എന്താണ് കൗൺസിലിംഗ്? എന്തായിരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഒരാള് പ്രശ്നങ്ങളായിട്ട് വരികയാണ്, മാനസികപരമോ വൈകാരികപരമോ ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് സൊല്യൂഷൻ ആയിക്കൊണ്ട് ആ വരുന്ന ആൾക്ക് അയാളിൽ നിന്ന് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിങ്ങിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ടല്ലോ. ഒന്നാമത്തെ തെറ്റിദ്ധാരണ ഇത് മാനസിക രോഗികൾക്കുള്ളതാണ് എന്നുള്ളതാണ് കൗൺസിലിംഗ്. മറ്റൊന്ന് ഒരു സമൂഹത്തിലുള്ള ധാരണ അവിടേക്ക് പോകുന്ന ആളുകളെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുക എന്നുള്ളതാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ നല്ല ജോലിയിൽ ഉണ്ടാകുന്ന വർക്ക് സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൗൺസിലറെ കാണുക പതിവാണ്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആശാവഹമാണ്. അടിയന്തിരമായി കൗൺസിലിംഗ് ആവശ്യമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കൗൺസിലിങ്ങിന്റെ ആർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ആങ്സൈറ്റി, അതായത് ഡിപ്രഷൻ, ട്രോമാസ്, അതുപോലത്തെ ഒരുപാട് സൂസൈഡ് തോട്ട്സ്, മയക്കുമരുന്ന് അഡിക്ഷൻ, അതുപോലെ ഫാമിലി പ്രോബ്ലംസ്, ഈ പഠനത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില ഒരുപാട് ആങ്സൈറ്റികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയ, ഇതിനൊക്കെ വലിയവർക്കും കുട്ടികൾക്കും ഏത് ആളുകൾക്കും കൗൺസിലിംഗ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മാനസികമായി വരുന്ന അസുഖങ്ങൾ, മാനസികമായി വരുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ശാരീരികമായ അസുഖങ്ങൾക്ക് ഏത് ഡോക്ടറെ അടുത്ത് പോകാനും ഏത് പോയാലും അത് പറയാനും ഒക്കെ ആളുകൾക്ക് ഒരു പ്രയാസമില്ല. പക്ഷെ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ ആ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് ആളുകൾ ഇതിന് മടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ടൊക്കെ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സിവിയർ കേസായി വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള കൗൺസിലർമാരുടെ അടുത്ത് എടുത്തുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയി പരിഹരിക്കാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.